വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് അറിയില്ല. ഓണം കഴിഞ്ഞിട്ടാണ് ഇടുന്നതെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി ഓണം. അതാണ് എൻ്റെ ഓണത്തിൻ്റെ ലുക്ക്. ഗ്രീനാണ് ഞാൻ ഇപ്രാവശ്യം ഇടുന്നത്. അപ്പോൾ അതിന് മാച്ച് ചെയ്ത് വള, കമ്മൽ, മാല, അങ്ങനത്തെ സംഭവം, പിന്നെ മുല്ലപ്പൂ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഓണത്തിനുണ്ടാക്കിയ കറികളെന്ന് പറയുകയാണെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി, അവിയൽ ഉണ്ടാക്കി, മാങ്ങ അച്ചാർ ഉണ്ടാക്കി, നാരങ്ങ അച്ചാർ ഉണ്ടാക്കി, ഇഞ്ചിപ്പുളി ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയത് വെള്ളിരിക്ക കിച്ചടി ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി. പിന്നെ പ്രോൺസ് കുറച്ച് റോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും നോൺ വെജും കൂടെയാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, വെജ് ആയാലും പ്രശ്നമില്ല, നോൺ വെജ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ കൂടെയുള്ള അവർക്ക് കുറച്ച് നോൺ വെജ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രോൺസ് ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഇതുണ്ട്, അടപ്പായസവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരിതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കാണാം ബാക്കി വീഡിയോസ്. മലയാളി മംഗ സീക്രട്ട്. ഭയങ്കര കഴിവുണ്ടല്ലോ. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിലുള്ളത് ദംശരാസ്, കസേരകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, പിന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ഒരു കിടുക്കാച്ചി ഹൊറർ മൂവി. ഇതിൽ ഏത് നടക്കുമെന്ന് കണ്ടറിയാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടപ്രഥമൻ പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസം കേട്ടോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇതാണ് ഉണ്ടാക്കിയത്. കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പായസം ഉണ്ടാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. എൻ്റെ ഫ്രിഡ്ജാണെങ്കിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ നിഖില്, നമിതയുടെ ഭർത്താവാണ്. സദ്യ വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഉടനെ തന്നെ എല്ലാവരും ഷെയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സദ്യ നല്ല സക്സസ് ആയിട്ട് വന്നതും. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച, ഇതിനകത്ത് സ്റ്റീം ചെയ്യാൻ പറ്റും, എയർ ഫ്രയർ ഉണ്ട്. ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമിത നല്ല അടിപൊളിയായിട്ട് പപ്പടം കാച്ചുന്നുണ്ട്. ആ പണി ഞാൻ നമിതക്ക് കൊടുത്തു. ഞാനൊരു 10 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉദ്ദേശം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ചിലതൊക്കെ ക്വാണ്ടിറ്റി കൂടിപ്പോയി. നമിത ആയിരുന്നെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കറികളെല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നത്. നമിത ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഐറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, കൂട്ടുകറി, പയറ് മെഴുക്ക് വരട്ടിയത്, പായസം, വാഴയിലയിൽ ഉണ്ടാക്കിയെടുത്ത അട. ഇതെല്ലാം ടേബിളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് രസമായിരുന്നു അറിയോ. ഒരു 10-12 ഫോട്ടോ ഇവിടെ വെച്ചവരെ ഞങ്ങൾ എടുത്തു. 2 തരത്തിലുള്ള പായസമാണ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മധുരമായിട്ട് കഴിക്കാൻ കിട്ടുന്നത്. പിന്നെ ഞങ്ങള് ഇലയില് ഫുഡ് വിളമ്പാൻ തുടങ്ങി. എനിക്ക് ഈ വിളമ്പുന്ന കാര്യത്തില് ഓർഡറും കാര്യങ്ങളും ഒന്നും അറിയില്ല. അപ്പോൾ നമിത പറഞ്ഞു തന്നനുസരിച്ചാണ് ഞാൻ വിളമ്പിക്കൊണ്ടിരുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുക, ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുക. അപ്പോൾ വരാൻ പറ്റാത്ത ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇതിന് ശേഷം പാക്ക് ചെയ്തിട്ട് അവർക്ക് പേഴ്സണലി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർക്ക് നമ്മുടെ നാട്ടിലെ വാഴയിലുള്ള സദ്യ, പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരത് കഴിച്ചിട്ട് ഫീഡ്ബാക്ക് പറയണ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം വരാറുണ്ട്. പിന്നെ വേറെ നാഷണാലിറ്റി ആയിട്ടുള്ള ഫ്രണ്ട്സുകളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലെ കൾച്ചറും അതേപോലെ തന്നെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സീ ഫുഡിൽ പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയ കറികൾ. ഓൾമോസ്റ്റ് വിളമ്പി കഴിഞ്ഞ് ഇനി ചോറും കൂടെ വിളമ്പിയിട്ട് കഴിക്കുക. കേരള ഫുഡാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ മട്ട റൈസ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൈസ്. അങ്ങനെ ഈ സാമ്പാറും വന്നു. ഈ വാഴയിലയിൽ വിളമ്പി വെച്ചേക്കുന്ന സദ്യ കാണുമ്പോൾ ശരിക്കും ഒരു കളർഫുൾ ആയിട്ടുള്ള ഓണം തന്നെ ഉണ്ട്. സന്തോഷവും സമാധാനമായിട്ടുള്ള ഒരു ഓണം. അങ്ങനെ സദ്യ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ച് ചിരിക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും. എന്താ സംസാരിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ കളിയാക്കലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു പണിയല്ല, അത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണ്. സദ്യയാണെങ്കിൽ കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. ലാസ്റ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ 2 തരം പായസവും പപ്പടവും പഴവും പിന്നെ ഇലയും അടയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കായിരുന്നു. ഇതൊക്കെ കഴിച്ചപ്പോൾ എന്തൊരു സന്തോഷം എന്നറിയോ. സദ്യയിൽ കറക്റ്റായിട്ട് എരിവിന് എരിവുണ്ടായിരുന്നു, പുളി പിന്നെ മധുരം, ഇതെല്ലാം കൂടെ നല്ലൊരു കറക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വലിയ
കാര്യത്തിനിരുന്ന് പ്ലാൻ ചെയ്ത ഗെയിം നടക്കൂലേന്ന് അറിയത്തില്ല. ഹൊറർ മൂവി ഇരുന്ന് കാണാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ടാറ്റാ ബൈ.